എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മന്തി, കബ്സ, ബിരിയാണി അങ്ങനത്തെ ഒന്നുമല്ല, നല്ലൊരു നാടൻ ഇറച്ചി ചോറ്. അപ്പോൾ ഇതാ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല എല്ലോട് കൂടിയ വലിയ കഷ്ണങ്ങളാക്കിയ ബീഫാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യം ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് വഴറ്റലോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. മീറ്റിൽ എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ മീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 2 തക്കാളി, ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു 2 ടീസ്പൂൺ തൈര്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരിച്ചിരി മല്ലിയില നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നുറുക്കിയിട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാത്രമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യലൊക്കെ കുറച്ചൊരു ഇതാണ്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചാണ് ഈ ചട്ടി എടുത്തത്. അപ്പോൾ കുറച്ച് നിറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഓഫാക്കി ഇത് നന്നായിട്ട് കൈയിട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അല്ലാതെ സ്പൂണൊന്നും ഇളക്കിയിട്ടേ പാത്രം നിറച്ചിരിക്കല്ലേ, അപ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതായത് മീറ്റ് വേവാൻ ആവശ്യമായ വെള്ളം. ഇപ്പോൾ നിങ്ങൾ അടുപ്പത്താണ് ഇത് വെക്കുന്നതെങ്കിൽ മീറ്റിന് ആവശ്യമായ വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കറിലാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ മീറ്റ് കഴുകുമ്പോൾ ഉള്ള വെള്ളം തന്നെ മതിയാവും. കുക്കറിലിട്ടിട്ടാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഫസ്റ്റ് വിസിൽ വരുത്തുക. അത് കഴിഞ്ഞിട്ട് സിമ്മിലാക്കിയിട്ട് 15 മിനിറ്റ് വെച്ചാൽ മതി. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അടുപ്പത്ത് നമ്മൾ ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനി ഇത് നമ്മളിനി സ്റ്റൗ ഓൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇതൊരു സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോറും കൂടി വെക്കണം. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് പുതിന ഇല കേട്ടോ, മല്ലിയിലല്ല പുതിന ഇല ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്തതാണ്. അതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. അപ്പോൾ ഗരം മസാല ഈ പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഗരം മസാലയും ഇടാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇത് നമ്മളെ അരി. ഞാനിപ്പോൾ എടുത്ത അരി എന്ന് പറയുന്നത് വലിയ സൈസ് അരിയാണ്, മോട്ട റൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി അരി കൊണ്ടും ചെയ്യാം. മോട്ട റൈസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നല്ല വേവുള്ള മറ്റേ പാലക്കാടൻ മട്ട ടൈപ്പൊക്കെ വരുന്നില്ലേ, ഇത് തായ് റൈസാണ്, കുറച്ച് വേവ് കുറവാണ്. അപ്പോൾ ഈ അരിയാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം, അതായത് 2 ഇരട്ടി വെള്ളം എടുക്കുക. ഇനി ബസ്മതി അരി ആണെങ്കിൽ നേരെ ഇരട്ടി എടുക്കുക കേട്ടോ. പിന്നെ നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ അരി ആദ്യം ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുക. അതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഈ അരിയിട്ട വെള്ളം അരി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നല്ല തീയിൽ കത്തിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചോറ് ഇവിടെ ആവട്ടെ, കറി ഇവിടെ ആവട്ടെ. ഈ സമയത്ത് ഞാൻ ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, 3 ഇരട്ടി കേട്ടോ, 2 ഇരട്ടിയല്ലേ, നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചോറ് ഇതുണ്ടല്ലേ, കറക്റ്റ് വെള്ളം അളവൊക്കെ കേട്ടോ, ചോറും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളെ മീറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് നോക്കി നോക്കാം. വാവ്, നല്ല മണം കേട്ടോ വരുന്നേ. എന്നുവെച്ചാൽ നമ്മൾ അത്ര അധികം മസാലയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം വെക്കുമ്പോൾ ചട്ടി ഫുള്ളായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചട്ടീൻ്റെ അടിക്കുള്ളൂ. അപ്പോൾ മീറ്റൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ ബീഫിലെ വെള്ളമൊക്കെ വറ്റി ബീഫ് ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പിന്നെ സ്റ്റവ് ഓഫാക്കാം. ഇനി നമ്മളെ ചോറിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്തവരെന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മളിങ്ങനെ പിന്നെ പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മളിടുന്ന അപ്പം കിട്ടൂല, നമ്മൾ നോക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഇറച്ചിച്ചോറായാലും നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആയാലും ഒക്കെ നല്ല എളുപ്പമുള്ള വീഡിയോസാണ് നമ്മൾ എപ്പോഴും ചെയ്തിടുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാച്ചിലറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസാണ്. എപ്പോഴും നമ്മളതിൽ പിന്നെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ചോറും മീറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദമ്മ് പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഗരം മസാല കൂടി ഇതിലേക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെതറിട്ട് കൊടുക്കുക. അതേപോലെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ വെക്കുക. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി വെക്കണം. എല്ലാ ആഴ്ചയും ഇങ്ങനെ ബിരിയാണിയും കപ്സയും മന്തിയൊന്നും അല്ലാതെ ഇതും നമ്മൾ ഇടയ്ക്ക് ട്രൈ ചെയ്യുക. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഗരം മസാലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. അത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഗരം മസാലയും വെളിച്ചെണ്ണയൊക്കെ ആയില്ലേ. ഇപ്പോൾ നമ്മളെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ആവ്, നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ബിരിയാണിയും കപ്സയും ആ ഒരു ടേസ്റ്റൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആദ്യം പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിടുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് നിർബന്ധമായും എഴുതി വിടുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണയും കാണാം. ബൈ ബൈ.